പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത ISL 11ാം സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറാണ് അലഡിൻ അജാറൈ. കഴിഞ്ഞ സീസണിലെ നോർത്ത് ഈസ്റ്റിന്റെ പ്രധാന താരം തന്നെയായിരുന്നു അലഡിൻ അജാറൈ. ഈ ഒരു താരത്തിന് വേണ്ടി ചില ISL ടീമുകൾ രംഗത്തുണ്ട് എന്നുള്ള റൂമറുകളെല്ലാം നേരത്തെ പുറത്തു വന്നിരുന്നു. അങ്ങനെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വാർത്ത അനുസരിച്ച് അജാറയുടെ കോൺട്രാക്റ്റ് നോർത്ത് ഈസ്റ്റ് പുതുക്കിയേക്കും. അജാറൈ അടുത്ത സീസണിലും നോർത്ത് ഈസ്റ്റിൽ തുടരുമെന്നുള്ളത് ഉറപ്പാണ്. നേരത്തെ താരം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു താരം അടുത്ത സീസണിൽ നോർത്ത് ഈസ്റ്റിൽ തന്നെ തുടരുമെന്നുള്ളത്. മാത്രമല്ല താരത്തിന് താല്പര്യവും നോർത്ത് ഈസ്റ്റിന് വേണ്ടി തന്നെ കളിക്കാനാണ്. കഴിഞ്ഞ സീസണിൽ 25 മത്സരങ്ങൾ കളിച്ച അജാറൈ നേടിയത് 23 ഗോളുകളാണ്. മാത്രമല്ല 7 അസിസ്റ്റുകൾ നേടാനും അജാറൈക്ക് സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അടുത്ത സീസണിലും അജാറൈയുടെ ഒരു മികച്ച ഫോം തുടരുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായിട്ടുള്ള നിഹാൽ സുധീഷുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ സീസണിൽ പഞ്ചാബിന് വേണ്ടി മികച്ച പ്രകടനമായിരുന്നു നിഹാൽ കാഴ്ചവെച്ചിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പഞ്ചാബിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ അയച്ച ഒരു താരം കൂടിയായിരുന്നു നിഹാൽ സുധീഷ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാനായിട്ട് നിഹാലിന് ഒരുപാട് അവസരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ സീസണിൽ പഞ്ചാബിൽ എത്തിയതിനു ശേഷം താരം മികച്ച ഫോമിൽ തന്നെ ടീമിന് വേണ്ടി കളിച്ചിരുന്നു. വിങ്ങിലൂടെയെല്ലാം മികച്ച ക്രോസുകളും അറ്റാക്കുകളും നടത്താൻ നിഹാലിന് സാധിച്ചിരുന്നു. നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അനുസരിച്ച് നിഹാലിനെ ടീമിലേക്ക് എത്തിക്കാൻ മറ്റ് ചില ക്ലബ്ബുകൾക്കും താല്പര്യമുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് താരം അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചേക്കും. 2026 വരെയുള്ള താരത്തിന്റെ കരാറ് നീട്ടാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ പഞ്ചാബിന് വേണ്ടി 20 മത്സരങ്ങൾ കളിച്ച താരം 1 ഗോളും 2 അസിസ്റ്റുകളും നേടിയിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, ജൂൺ മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് അനൗൺസ്മെന്റ് എല്ലാം വന്നേക്കുമെന്ന് ക്ലബ്ബ് CEO തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ താരത്തിന് സൈനിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. മറ്റൊരു കാര്യം, സെർജിയോ കാസ്റ്റലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു എന്നുള്ള വാർത്ത നിരവധി മാധ്യമങ്ങളൊക്കെയായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. സെർജിയോ കാസ്റ്റൽ വരികയാണെങ്കിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്നും ഒരു വിദേശ താരം പുറത്താകും. അതുകൊണ്ട് തന്നെ ക്വാമി പെപ്പറി ആയിരിക്കാം ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിടാൻ പോകുന്നത്. ടീമിലെ വിദേശ താരങ്ങളിൽ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.